മെയ് 4-നാണ് വോട്ടെണ്ണൽ. മെയ് 4-ന് വോട്ടെണ്ണുമ്പോൾ ബി ജെ പിയിൽ ഏറ്റവും പ്രധാനമാകുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന ബിസിനസ്സുകാരൻ്റെ വിധിയാണ്. പണ്ടത്തെ ബി ജെ പി അല്ല ഇപ്പോഴത്തെ ബി ജെ പി. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ചെങ്കൽ ഗോപാലകൃഷ്ണനും ഗിരീഷ് നെയ്യാറും അടക്കമുള്ള ബിസിനസ്സുകാരാണ് ബി ജെ പിയെ നിയന്ത്രിക്കുന്നത്. ആർ എസ് എസിലൂടെ പ്രവർത്തിച്ച് എ ബി വി പിയിലൂടെ വളർന്ന് യുവമോർച്ചയിലൂടെ പക്വതയാർജിച്ച് ബി ജെ പിയിലെത്തിയ നേതാക്കൾക്കൊന്നും ഇത്തവണ സീറ്റ് ലഭിച്ചില്ല. എം ടി രമേശിനെ അടക്കമുള്ളവരെ വെട്ടിമാറ്റി രാജീവ് ചന്ദ്രശേഖർ അപ്രമാദിത്വം സ്ഥാപിച്ചു ബി ജെ പി. ബി ജെ പി സമ്പൂജ്യരായി മാറുമെന്നാണ് ആർ എസ് എസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. അത് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞങ്ങളുടെ വീഡിയോ പരിശോധിച്ചാൽ കാണാം. ബി ജെ പി സമ്പൂജ്യരായി മാറിയാൽ ആദ്യം തെറിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറായിരിക്കും. രാജീവ് ചന്ദ്രശേഖറിനെതിരെ ശക്തമായ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു ബി ജെ പി. രാജീവ് ചന്ദ്രശേഖർ എന്ന ബിസിനസ്മാനെ കൊണ്ട് ബി ജെ പിക്ക് ഒരു ഗുണവും കിട്ടിയില്ലെന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു. തിരുവനന്തപുരം പിടിച്ചത് മാത്രമാണ് ബി ജെ പിക്ക് ഗുണമായി മാറിയത്. ബാക്കിയുള്ള ജില്ലകളിലൊക്കെ ബി ജെ പി വലിയ പരാജയമായി മാറി. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് തിരുവനന്തപുരം നിലനിർത്താനായി. ഇത്തവണ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തോൽക്കുകയാണെങ്കിൽ, രാജീവ് ചന്ദ്രശേഖർ അടക്കം തോൽക്കുകയാണെങ്കിൽ വലിയൊരു തിരിച്ചടി ബി ജെ പിക്ക് ലഭിക്കും. ബി ജെ പി സമ്പൂജ്യരാകുമെന്ന് പറയുന്നത് പൊളിറ്റിക്സ് കേരളയല്ല. പൊളിറ്റിക്സ് കേരള നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ആർ എസ് എസ് നേതൃത്വം കൂടിയാണ്, സംഘപരിവാർ കൂടിയാണ്. സംഘപരിവാറിന് ജനങ്ങൾക്കിടയിൽ ശക്തമായ സ്വാധീനമുണ്ട്, ശക്തമായ ഇമ്പാക്റ്റ് ഉണ്ട് സംഘപരിവാറിന് ജനങ്ങൾക്കിടയിൽ. അവർ പറയുന്നത് അങ്ങനെ പെട്ടെന്നൊന്നും തെറ്റാറില്ല. അവരാണ് പറയുന്നത് ബി ജെ പി സമ്പൂജ്യരായി മാറണം, നേമത്ത് ശിവൻകുട്ടി വിജയിക്കുമെന്ന്. എങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയുടെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെടും. കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷൻ നിന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖറെ പറ്റി തിരുവനന്തപുരം നിവാസികൾക്ക് വളരെയൊന്നും അറിയില്ലായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയായിരുന്നു, അതിലുപരി ഏഷ്യാനെറ്റിന്റെ ചെയർമാനാണ്, പാവങ്ങളുടെ പടത്തലവനാണ് എന്നൊക്കെ രീതിയിൽ ബി ജെ പി ഒരു പി ആർ വർക്ക് സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിന് നഗരപ്രദേശങ്ങളിൽ നന്നായി മുന്നേറാൻ സാധിച്ചത്. നിയമം അടക്കമുള്ള, ഇപ്പോൾ അയാൾ നിൽക്കുന്ന നിയമം അടക്കമുള്ള നഗരപ്രദേശങ്ങളിൽ നന്നായി മുന്നേറാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതിവിശേഷം. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തളച്ചിടപ്പെട്ടു. നേമത്ത് നിന്ന് പുറത്തിറങ്ങി കേരളമൊട്ടാകെ പ്രചരണം നടത്താൻ അയാൾക്ക് സാധിച്ചില്ല. അത് അയാളുടെ വലിയൊരു പരാജയം തന്നെയാണ്. മാത്രമല്ല, ഒരു തനി രാഷ്ട്രീയക്കാരനിൽ ഉപരി ബിസിനസ്സുകാരൻ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരുമായി ബന്ധപ്പെടാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കുന്നില്ല. അങ്ങനെ പല വിധത്തിലുള്ള ന്യൂനതകൾ രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്കുള്ളിൽ ഉണ്ട്. അതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് വിനയായി മാറിയിരിക്കുന്നത്. ബി ജെ പിയുടെ ഗ്രൂപ്പ് സമ്മർന്ന് ബി ജെ പിയെ ഒറ്റക്കെട്ടാക്കാൻ കേന്ദ്രം കണ്ടെത്തിയ ഒറ്റമൂലിയാണ് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ രാജീവ് ചന്ദ്രശേഖറെ കൊണ്ട് അതിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ബി ജെ പി പതിവ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടുമറിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറുകയും ചെയ്തു. ബി ജെ പിക്ക് ഒറ്റ സീറ്റ് പോലും ലഭിക്കാൻ സാധ്യതയില്ല. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷവും കേരളത്തിലെ എല്ലാ ബൂത്തുകളിലും ബി ജെ പിക്ക് ഒരു ബൂത്ത് ഏജന്റുമാരെ വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ബി ജെ പിയുടെ പരിമിതി തന്നെയാണ്. തിരുവനന്തപുരം പോലെയുള്ള ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പി നന്നായി പ്രവർത്തിച്ചുവെങ്കിലും കേരളത്തിലെ എല്ലാ ബൂത്തുകളിലും ബൂത്ത് ഏജന്റുമാരെ വയ്ക്കാനുള്ള സ്വാധീനം, വയ്ക്കാനുള്ള ശക്തി രാജീവ് ചന്ദ്രശേഖർക്ക്
ഇല്ലാതായി പോയി. രാജീവ് ചന്ദ്രശേഖർ കൂടി നേമത്ത് തോറ്റു കഴിഞ്ഞാൽ BJP ഒരിക്കൽ കൂടി സംപൂജ്യരായി മാറും. ഈ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ അധ്യക്ഷ സ്ഥാനം തെറിക്കും. സംഘപരിവാറിന് രാജീവ് ചന്ദ്രശേഖറെ ഒട്ടും ഇഷ്ടമല്ല. രാജീവ് ചന്ദ്രശേഖർ വളർത്തുന്നതെല്ലാം ബിസിനസ്സുകാരെയാണ്. ചെങ്കൽ രാധാകൃഷ്ണനെ പോലെയുള്ള വലിയ വലിയ ബിസിനസ്സുകാരെയാണ്. ആ ബിസിനസ്സുകാർക്ക് BJPയുമായി വലിയ ബന്ധവുമില്ല. അവർക്ക് BJPയുമായുള്ള ബന്ധം എന്ന് പറയുന്നത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ബന്ധം മാത്രമാണ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ നേമത്ത് തോറ്റു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ തെറിക്കും. BJPക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷൻ വരും. അതിലൊക്കെ ഉപരി BJPയിൽ വലിയ കലാപം ഉണ്ടാകും.